അറിവും വിനോദവും സംഗമിക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള 100 കണക്കിന് എഴുത്തുകാരും പ്രസാധകരുമാണ് പങ്കെടുക്കുന്നത്. ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. ഷാർജ എക്സ്പോ സെൻ്ററാണ് 44ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് വേദിയാകുന്നത്. നിങ്ങൾക്കും പുസ്തകത്തിനും ഇടയിൽ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. 100 കണക്കിന് അക്ഷരപ്രേമികളെ സാക്ഷിയാക്കി ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുസ്തകമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ 66 രാജ്യങ്ങളിൽ നിന്നുള്ള 250-ൽ പരം എഴുത്തുകാരും കലാകാരന്മാരുമാണ് മേളയുടെ ഭാഗമാകുന്നത്. മലയാളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പ്രസാധകരും എഴുത്തുകാരും പുസ്തകോത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അക്ഷരങ്ങളുടെ ഉത്സവവേദി പുതിയ സൗഹൃദങ്ങളുടെ രൂപപ്പെടലിൻ്റെയും പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിൻ്റെ ഇടമാകും. പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ മാത്രമായി കേരളത്തിൽ നിന്നും നിരവധി മലയാളികളും ഇവിടെ എത്തിയിട്ടുണ്ട്. 44ാമത് പുസ്തകോത്സവത്തിലേക്ക് വരുമ്പോൾ ഇത് വർഷാവർഷം നടക്കുന്ന ഒരു ഉത്സവപ്പറമ്പിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ്. എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞാൻ പറയും 15ാമത്തെ വർഷമാണ് ഞാൻ ഒരു മുടക്കുമില്ലാതെ ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമാണ് ഒരു വർഷാവർഷം 10 ദിവസം ഒരു ഉത്സവപ്പറമ്പിലേക്ക് വരുന്നത് പോലെ ഇറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക് എന്നതാണ് ഇത്തവണത്തെ സ്ലോഗൻ തന്നെ. അപ്പോൾ ഞാൻ ഈ പുസ്തകോത്സവത്തിലേക്ക് വരുന്നത് പുസ്തകങ്ങളോ അക്ഷരങ്ങളോ മാത്രം അന്വേഷിച്ചിട്ടല്ല, പുതിയ സൗഹൃദങ്ങളും പഴയ സൗഹൃദങ്ങളെ പുതുക്കാൻ വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പ്രമുഖർ പുസ്തകോത്സവ വേദിയിലെത്തും. ഹോളിവുഡിലെ സൂപ്പർ താരം വിൽ സ്മിത്ത് ഈ മാസം 14-ന് രാത്രി 8 മണിക്ക് മേളയുടെ പ്രധാന വേദിയിൽ നടക്കുന്ന തത്സമയ ചർച്ചയിൽ പങ്കെടുക്കും. ഒരു രാജ്യാന്തര പുസ്തകമേളയിൽ അതിഥിയായി വിൽ സ്മിത്ത് എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ എഴുത്തുകാരുടെ വലിയ നിരയും എത്തുന്നുണ്ട്. അറിവും ആവേശവും ആകാംക്ഷയും നിറച്ചുകൊണ്ടാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് കൊടിയുയർന്നിരിക്കുന്നത്. ഇനിയുള്ള 12 നാളുകൾ ലോകസാഹിത്യത്തിൻ്റെ വസന്തകാലമാണ് ഷാർജയിൽ. ഇബിൻ തോമസ്, NTV, ഷാർജ. NTV UAE to the world.